ബസ് ഡ്രൈവറുടെ സമയോചിത ഇടപെടലിനെ തുടർന്ന് പെൺകുട്ടി രക്ഷപ്പെട്ട കോഴിക്കോട് കൊടിയത്തൂരിലെ നടക്കുന്ന ദൃശ്യങ്ങൾ ആരും മറന്നിട്ടുണ്ടാകില്ല. ഇവിടെ അപകടങ്ങൾ തുടർക്കഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയും വാഹനങ്ങളുടെ അമിത വേഗവും യാത്രക്കാരുടെ അശ്രദ്ധയുമാണ് അപകടങ്ങൾക്ക് കാരണം. ഈ ദൃശ്യങ്ങളുടെ നടുക്കം ഇനിയും ആർക്കും വിട്ടുമാറിയിട്ടില്ല. ഡ്രൈവറുടെ സമയോചിത ഇടപെടലിൽ വലിയ ദുരന്തം ഒഴിവായെങ്കിലും ഇവിടം സ്ഥിരം അപകട മേഖലയാണെന്ന് നേരത്തെ ഉണ്ടായ അപകട ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടയിൽ കോഴിക്കോട് കൊടിയത്തൂരിലെ മാക്കലിൽ നടന്ന വാഹനാപകടങ്ങളാണിത്. CCTVയിൽ പതിയാത്ത അപകടങ്ങൾ ഇനിയുമുണ്ട്. അവിടുന്ന് വരുന്ന ഒരു വണ്ടിക്കാരെ കാണൂല. ഇവിടെ ഒരു വണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കാണൂല. ഈ ഹോസ്പിറ്റലിൽ 2 പാർക്കിങ്ങുള്ള, നമ്മൾ ഹോസ്പിറ്റലിനെ കുറ്റപ്പെടുത്തല്ല, 2 പാർക്കിങ്ങുള്ള. ഈ 2 പാർക്കിംഗ് ഉണ്ടായാലും ഹോസ്പിറ്റലിലേക്ക് ആരും കയറ്റിയെടുത്തൂല. ഇവിടെ നിർത്തിയിട്ടാണ് ആളിറക്കുക. താഴെ ഭാഗത്തുനിന്ന് വണ്ടി വരുന്നതും മുകളിലെ വണ്ടി വന്ന് കാണൂല. അപ്പോൾ നമ്മളെ പോലത്തെ പാവപ്പെട്ടവരുണ്ടാവും, നടക്കാൻ വയ്യാത്തവരുണ്ടാവും. നമ്മളിപ്പോൾ ഇങ്ങനെ ചെപ്പിച്ച് എടുക്കുന്ന ഒരു ചവിട്ടിയാൽ കിട്ടൂല, തട്ടും, വീഴും, മരണം വരെ സംഭവിക്കാം. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് അപകടങ്ങളുടെ പ്രധാന കാരണം. കയറ്റവും ഇറക്കവുമുള്ള റോഡാണിത്. റോഡിന്റെ താഴ്ഭാഗത്ത് നിന്നും വരുന്ന ഡ്രൈവർമാർക്ക് എതിരെ വരുന്ന വാഹനങ്ങൾ പെട്ടെന്ന് കാണാൻ സാധിക്കില്ല. വീതി കുറഞ്ഞ റോഡിന് ഇരുവശവും ആശുപത്രിയുമുണ്ട്. ആശുപത്രിയിലേക്കുള്ള വാഹനങ്ങൾ എല്ലാം റോഡിന് സമീപം തന്നെയാണ് പാർക്ക് ചെയ്യുന്നത്. ഇതും അപകടങ്ങൾക്ക് കാരണമാകാറുണ്ടെന്ന് നാട്ടുകാർ പറയുന്നു. ഒരു ദിവസം 500-600 പേര് ഇവിടെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട്. 2-3 മിനിറ്റൊക്കെ ഇവിടെ ഒരു ഓട്ടോ നിർത്തി കഴിഞ്ഞാൽ ഇവിടെ ബ്ലോക്കാവും. ഇപ്പം നിങ്ങൾക്ക് തന്നെ കാണാൻ നിരന്തരം വണ്ടികൾ വന്നും പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. കാര്യമായിട്ട് 2 കൈവരി, ഈ 2 ഭാഗം കൈവരി വെച്ചാൽ ഒരുപാട് അപകടം ആ നിലക്ക് കുറക്കാൻ കഴിയും. സ്ഥിരം അപകട മേഖല ആയിരുന്നിട്ട് കൂടി അപകട മുന്നറിയിപ്പ് ബോർഡോ ഡിവൈഡറുകളോ റോഡിന് ഇരുവശവും കൈവരിയോ സ്ഥാപിക്കാനോ അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ലെന്നാണ് ആക്ഷേപം. എന്നാൽ പ്രശ്നത്തിന് ഉടൻ തന്നെ പരിഹാരം കാണുമെന്നാണ് പഞ്ചായത്ത് അധികൃതരുടെ വിശദീകരണം. മീറ്റിങ്ങിലൊക്കെ ഈ കാര്യങ്ങൾ നമ്മളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത് നമ്മുടെ റോഡിന് കുറച്ച് വീതി കുറവ് പ്രശ്നമുണ്ട്. പെട്ടെന്ന് തന്നെ PWD ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഹമ്പുകൾ വേഗത കുറയ്ക്കാനുള്ള മാർഗ്ഗങ്ങൾ എന്താണെന്നുള്ളത് പെട്ടെന്ന് തന്നെ സ്വീകരിക്കുന്നതാണ്. ഇത്രയും ഗൗരവമായിട്ട് ഇതിനുള്ള നടപടികൾ ഞങ്ങൾ നാട്ടുകാരും മെമ്പറും എന്നുള്ള രീതിയിൽ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് പെട്ടെന്ന് എടുക്കും എന്നുള്ളത് ഒരു ഉറപ്പാണ് നാട്ടുകാർക്ക് നൽകുന്നത്. കോഴിക്കോട് കൊടിയത്തൂരിലെ മാക്കലിൽ അപകടങ്ങൾ തുടർക്കഥയാകുമ്പോഴും ഈ പ്രശ്നങ്ങൾക്ക് അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. റോഡിൻ്റെ അശാസ്ത്രീയ നിർമ്മാണം തന്നെയാണ് ഇതിനെല്ലാം കാരണം. എന്നിരുന്നാൽ പോലും താൽക്കാലികമായൊരു കൈവരിയെങ്കിലും നിർമ്മിച്ചുകൊണ്ട് ഒരു പരിധിവരെ അപകടങ്ങൾ കുറയ്ക്കാമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് അധികൃതരുടെ ഇടപെടൽ ഈ വിഷയത്തിൽ വേണമെന്ന് തന്നെയാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. അതിന്ദർ ജിത്തുവിനോടൊപ്പം ദിൽഷ തിലകൻ, ന്യൂസ് മലയാളം, കോഴിക്കോട്.